187 ബാച്ചിലെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഈ സന്ധ്യാസമയത്തെൻ്റെ ഗാന്ധി ജയന്തി അഭിവാദ്യങ്ങൾ. അപ്പം ഞാനിപ്പം ഇങ്ങനൊരു വീഡിയോ ഇതിൽ വന്നത്, നമ്മുടെ കാള അജിത്ത് എന്നെ വിളിച്ചു. അജിത്ത് എന്നെ വിളിച്ചിട്ട് അവൻ്റെ പേരിൽ എന്തോ ആരോപണങ്ങൾ നമ്മുടെ തന്നെ കൂട്ടുകാരുടെ വേറെ ഏതോ ഗ്രൂപ്പിൽ ആരോ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ അജിത്തിനെ സംബന്ധിച്ച് എനിക്ക് അങ്ങനൊരു പരാതിയോ കാര്യങ്ങളോ എനിക്കില്ല. കാരണം പെട്ടെന്ന് അങ്ങനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് പട്ടാളത്തിലെ കാര്യങ്ങൾ നമ്മൾ തമാശയും കാര്യങ്ങളൊക്കെ പറയും. ഈ കഴിഞ്ഞ നാടുകളിൽ നമ്മുടെ കേരളത്തിലുണ്ടായ പ്രളയം നമുക്കെല്ലാവർക്കും അറിയാം, വലിയൊരു വൻ ദുരന്തമായിരുന്നു. അപ്പോൾ പ്രളയ സമയത്ത് എനിക്ക് നമ്മുടെ പാർട്ടിയുടെ ഭാഗമായിട്ടും മറ്റുള്ള ആൾക്കാരുടെ ഭാഗമായിട്ടും നമ്മുടെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും എനിക്ക് ഒത്തിരി മെറ്റീരിയൽ, കാരണം ഇവർക്ക് വേണ്ടിയിട്ട് ഫ്ലഡ് റിലീഫ് മെറ്റീരിയലായിട്ട് സപ്ലൈ ചെയ്യാനായിട്ട് പല ആൾക്കാരെ ഞാൻ സമീപിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നമ്മുടെ അജിത്തിനെ വിളിക്കുകയും അതുപോലെ തന്നെ എൻ്റെ ബോംബെയിലുള്ള എൻ്റെ ഒരു കോർഡിനേറ്ററെ വെച്ചിട്ട് ഞാൻ കോർഡിനേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. കോർഡിനേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്കാർക്കും വിശ്വാസം വരില്ല, നമ്മുടെ അജിത്ത് കാളയെ സംബന്ധിച്ച് എനിക്കറിയില്ല അവൻ അങ്ങനൊരു ഹെൽപ്പ് ചെയ്യുമെന്നുള്ള കാര്യം ചെയ്യുമെന്നറിയാം. പക്ഷേ എന്നാലും ഇത്രയൊക്കെ ഒരു ശക്തമായ രീതിയിൽ അവനെ പ്രതികരിക്കുമെന്ന്, ശക്തമെന്നുള്ള തെറ്റാതല്ല, ശക്തമായ രീതിയിൽ അവനെക്കൊണ്ട് കൈയും മെയ്യും എല്ലാം മറന്ന്, പോക്കറ്റിലെ പൈസയും എല്ലാം മറന്ന് ഇദ്ദേഹം ഏതാണ്ട് എത്ര